മാരാമൺ കൺവെൻഷന്റെ ഭാഗമായുള്ള യുവവേദി പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒഴിവാക്കി. യുവവേദി പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരുടെ പാനലിൽ വി ഡി സതീശന്റെ പേര് വന്നിരുന്നു. മതിയായ കൂടിയാലോചനയില്ലാതെ സതീശനെ ക്ഷണിച്ചതിൽ മാർത്തോമാ സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്നാണ് ഒഴിവാക്കിയത്. സതീശനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത സഭയുടെ അറിവോടെയല്ല എന്നും സഭാ നേതൃത്വം പ്രതികരിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ആണ് ചേരുന്നത്. ശ്രീരാജ്, എന്താണ് ഇക്കാര്യത്തിൽ സഭ പറയുന്നത്? വി ഡി സതീശനെ ക്ഷണിച്ചിരുന്നോ, അല്ല അതിൽ എന്താണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രം എന്ന് സഭ ഇപ്പോൾ പറയുന്നത്? സ്വാതി, ഈ മാരാമൺ കൺവെൻഷന്റെ ഭാഗമായി നടക്കുന്ന യുവവേദി പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരുടെ ഒരു പാനൽ തയ്യാറാക്കിയിരുന്നു. 5 അംഗങ്ങളുള്ള ഒരു പാനലായിരുന്നു തയ്യാറാക്കിയിരുന്നത്. ഇത് മെത്രാപ്പൊലീത്തയ്ക്ക് സമർപ്പിക്കുകയും മെത്രാപ്പൊലീത്ത ഇതിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നതാണ് രീതി. അപ്പോൾ ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ വി ഡി സതീശന്റെ പേര് തെരഞ്ഞെടുത്തിരുന്നില്ല. മറ്റു 3 പേരെയാണ് സഭ തെരഞ്ഞെടുത്തത്. അങ്ങനെ വി ഡി സതീശന്റെ പേര് അവസാന വട്ടം ഈ പാനലിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ഈ 5 അംഗ പാനലിൽ ഉൾപ്പെട്ട മറ്റ് 3 പേരെയാണ് ഇതിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മതിയായ കൂടിയാലോചന ഈ പാനൽ തയ്യാറാക്കുന്നതിൽ ഉണ്ടായില്ല എന്ന് സഭയ്ക്കുള്ളിൽ തന്നെ വിമർശനമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 അഭിപ്രായം വി ഡി സതീശനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിനെ തുടർന്നാണ് നിലവിൽ വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് സഭയുടെ പ്രതിനിധികൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വിവിധ സമുദായ സംഘടനകളുടെ ഭാഗമായുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും അത് വാർത്തയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മാരാമൺ കൺവെൻഷനും അത്തരത്തിൽ ഒരു വാർത്തയാകേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവാദത്തിലേക്ക് കടക്കേണ്ട എന്ന ആലോചനയും എന്ന തീരുമാനവും നിലവിൽ സഭയ്ക്കുള്ളിലുണ്ട്. അതിന്റെ എല്ലാം ഭാഗമായി തന്നെയാണ് അവസാന 5 അംഗ പാനലിൽ പേര് വന്നിട്ടും വി ഡി സതീശനെ അവസാനഘട്ടം ഒഴിവാക്കിയത്. വി ഡി സതീശന്റെ സമയവും തീയതിയും ഉൾപ്പെടെ അന്വേഷിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വി ഡി സതീശന്റെ ഓഫീസിനെയോ വി ഡി സതീശനെയോ ഇങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് സഭാ നേതൃത്വം പറയുന്നത്. ഒരു കൂടിയാലോചന ഉണ്ടായി, വി ഡി സതീശനെ വിളിക്കണം എന്ന ആലോചന സഭയ്ക്കുള്ളിൽ ഉണ്ടായി. എന്നാൽ അതിന്റെ ഭാഗമായി പാനലിൽ പേര് വരികയും ചെയ്തു. എന്നാൽ ഈ മെത്രാപ്പൊലീത്ത അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ സതീശനെ ഉൾപ്പെടുത്തിയില്ല. അതിന്റെ കാരണമായി അവർ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാദത്തിലേക്ക് കടക്കേണ്ട എന്നും അതുപോലെ തന്നെ സഭയ്ക്കുള്ളിൽ തന്നെ വി ഡി സതീശനെ പറ്റി ഒരു ഭിന്നാഭിപ്രായം, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതിൽ ഒരു കൂടിയാലോചന ഉണ്ടായില്ല എന്ന അഭിപ്രായവും ഉണ്ടായതിനെ തുടർന്നാണ് നിലവിൽ വി ഡി സതീശന്റെ പേര് ഒഴിവാക്കിയതെന്നാണ് ഇവർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. എന്നാൽ വി ഡി സതീശന്റെ ഓഫീസിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നും ഇവർ പറയുന്നു. അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത് തെറ്റാണ്, അത് മാധ്യമ വാർത്തകളെല്ലാം തെറ്റാണ് എന്നും സഭ പ്രതികരിക്കുന്നു. സ്വാതി. ശരി ശ്രീരാജ്, എന്തായാലും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി മാരാമൺ കൺവെൻഷന്റെ ഒരു ഇത് വന്നിരിക്കുകയാണ്. കൂടിയാലോചന ഇല്ലാതെ സതീശനെ ക്ഷണിച്ചതിൽ മാർത്തോമാ സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്.